അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു അപ്ഡേറ്റ് നമ്മളെ തേടി എത്തിയിരിക്കുകയാണ് ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് വൺ ആൻഡ് ഓൺലി iOS 16. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലെ ആപ്പിളിൻ്റെ മേജർ റിലീസായിട്ടുള്ള iOS 16 ഏതാനും ചില ഫീച്ചേഴ്സ് ആൻഡ് ചേഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് Milan ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ iOS 16 സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെ ഡിവൈസുകളിലാണ്? iOS 16 നമുക്ക് ഐഫോൺ 8 മുതൽ ഐഫോൺ 14 Pro Max വരെയുള്ള എല്ലാ ഡിവൈസുകളിലും സപ്പോർട്ടഡാണ്. നമുക്കറിയാം ഐഫോൺ 14 സീരീസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇറങ്ങുന്നത് തന്നെ ഓൺ ബോക്സിൽ വരുന്നത് തന്നെ iOS 16 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴേക്ക്, അതായത് ഫസ്റ്റ് ജനറേഷൻ ഐഫോൺ SE, ഐഫോൺ 6s, 6s പ്ലസ്, 7 പ്ലസ്, ഈ 5 ഡിവൈസുകളിലും നമുക്ക് iOS 16 സപ്പോർട്ടഡ് അല്ല. വൺസ് നമ്മളുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്ന ഈ ഒരു വെൽക്കം സ്ക്രീൻ ആയിരിക്കും. അതിൽ നമുക്ക് കാണാം ഹലോ എന്നുള്ളത് പല ഭാഷകളിൽ എഴുതി കാണിക്കുവാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു സെറ്റപ്പ് സ്ക്രീനിലേക്കായിരിക്കും പ്രോബബ്ലി നമ്മളെ ഡിവൈസ് എല്ലാം പോകുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് iOS 16 അപ്പം സെറ്റിങ്സിൽ പോവാം, നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ജനറൽസ് നമ്മൾ എബൌട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം iOS 6.0 എന്ന് പറയുന്ന ആ ഒരു അപ്ഡേറ്റ്. അവിടെ നമുക്ക് അതിൻ്റെ ബിൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഡെവലപ്പർ ബീറ്റയോ പബ്ലിക് ബീറ്റയോ റൺ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനം ലാസ്റ്റ് വീക്കിൽ ഇറങ്ങിയ RC അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കറൻറ്റ്ലി റൺ ചെയ്യുന്നത് ആ ഒരു സെയിം ബിൽഡ്, അതായത് ഞാനിപ്പോൾ കാണിച്ച സെയിം ഫൈനൽ ബിൽഡ് തന്നെയായിരിക്കും നിങ്ങളുടെ ഡിവൈസിലും റൺ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരൊറ്റ വീഡിയോയിലൂടെ ഓടിച്ച് പറഞ്ഞ് തീർക്കാൻ സാധിക്കാത്തത്രയും ഫീച്ചേഴ്സും ചേഞ്ചസും നമ്മുടെ iOS 16 ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില ഫീച്ചേഴ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്ലാൻ തന്നെ നമുക്ക് കോൺടാക്ട്സിൽ നിന്ന് തുടങ്ങാം. കാരണം കോൺടാക്ട്സിൽ ഇത്രയും നാളും ഇല്ലാത്തൊരു ഫീച്ചർ, അതായത് ഇത്രയും കാലം നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സ് എങ്ങനെ നമുക്ക് മെർജ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ iOS 16 അതിന് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഫീച്ചർ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് വ്യൂ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആപ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കോൺടാക്റ്റുകൾ, ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ള കോൺടാക്ട്സ് നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ്ലി മെർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, മെർജ് ഓൾ, ഇഗ്നോർ ഓൾ. അതിൽ മെർജ് ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെർജ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ കോൺടാക്ട്സ് എല്ലാം മെർജ് ആകും. ഒരു കോൺടാക്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോൺടാക്റ്റ് ഓപ്പൺ ചെയ്ത് എഡിറ്റിനകത്ത് പോയി ഏറ്റവും താഴെ പോയിട്ട് ഡിലീറ്റ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി ടാപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു കോൺടാക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ കളി മാറിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഈ ഒരു കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒരു കോൺടാക്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ആ ഒരു കോൺടാക്റ്റിൽ 3D ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാം ഡിലീറ്റ് കോൺടാക്ട് എന്ന ഓപ്ഷൻ. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു കോൺടാക്ട് കോപ്പി ചെയ്യാനും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനും സാധിക്കുന്നതാണ്. കോൺടാക്ട്സ് ആപ്പ് പോലെ തന്നെ ചേഞ്ച് വന്ന മറ്റൊരു ഏരിയയാണ് നമ്മുടെ ഫോട്ടോസ് ആപ്പ്. ഫോട്ടോസ് ആപ്പിൽ നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ യൂട്ടിലിറ്റീസിൻ്റെ ഓപ്ഷനിൽ നമുക്ക് കാണാം ഹിഡൻ ആൻഡ് റീസെൻ്റ്ലി ഡിലീറ്റഡ്. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ്. പക്ഷേ അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാം നമുക്കൊരു ലോക്കിൻ്റെ ഐക്കൺ അവിടെ കാണാൻ സാധിക്കും. അതായത് ഇനി മുതൽ നമുക്ക് ഹിഡനും അതോടൊപ്പം തന്നെ റീസെൻ്റ്ലി ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോൾഡർ രണ്ടും നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആർക്കും വന്ന് ചുമ്മാ നമ്മളുടെ ഹിഡൻ ആപ്പ് അല്ലെങ്കിൽ ഓപ്ഷൻ എനേബിൾ ആയി കിടന്നാലും ഓണായി കിടന്നാലും ആർക്കും വന്ന് അത് വെറുതെ ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കത്തില്ല. നമ്മളുടെ ഫേസ് ID അല്ലെങ്കിൽ നമ്മുടെ പാസ്കോഡ് അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോകണം. ഫോട്ടോസിൽ നമ്മൾ ഏറ്റവും താഴേക്ക് പോകുമ്പം യൂസ് ഫേസ് ID എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ റീസെൻ്റ്ലി ഡിലീറ്റും അതോടൊപ്പം തന്നെ ഹിഡൻ ഫോട്ടോസും നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഫോട്ടോഷോപ്പിൽ വന്ന മറ്റൊരു ഫീച്ചറാണ്, നമുക്കിപ്പം ഏത് ഇമേജസ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ സ്റ്റിക്കറാക്കി എടുക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളുടെ ആ ഒരു ഇമേജ് മാത്രമായിട്ട് ഇങ്ങനെ ഒരു അതിൻ്റെ ഔട്ട്ലൈനിൽ അല്ലെങ്കിൽ അതിൻ്റെ ബോർഡേഴ്സിൽ ഇങ്ങനെ ഒരു ആനിമേഷൻ പോകുന്ന കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഇതുപോലുള്ള ഇമേജുകളെ ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ ഇഷ്ടമുള്ളിടത്ത് നമുക്ക് കൊണ്ടുപോയി ഈ ഒരു ഇമേജ് നമ്മളിപ്പം കോപ്പി ചെയ്ത ഇമേജിനെ ഇതുപോലെ നമുക്ക് പേസ്റ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഫോട്ടോസ് ആപ്പിൽ വന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ഫോട്ടോസ് ആപ്പിൽ ഇവിടെ ഈ ടോപ്പിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ട് അതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കോപ്പി, ഡ്യൂപ്ലിക്കേറ്റ്, ഹൈഡ് എന്ന് പറയുന്ന 3 ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് എന്തെങ്കിലും എഡിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഒന്ന് വരുത്തിയിട്ട് നമ്മളത് സെറ്റ് ചെയ്തു. ഓക്കെ, വൺസ് അത് സെറ്റ് ചെയ്തതിന് ശേഷം ഇതേ സെയിം എഡിറ്റ് അല്ലെങ്കിൽ ഇതേ സെയിം ചേഞ്ചസ് നമുക്ക് മറ്റേതെങ്കിലും ഒരു ഇമേജിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം കോപ്പി എഡിറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോപ്പി എഡിറ്റ്സ് മറ്റൊരു ഇമേജിൽ കൊണ്ടുപോയി നമുക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന പോലെ പേസ്റ്റ് എഡിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. മറ്റേതെങ്കിലും ഒരു ഇമേജിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഈ ചെയ്ത ചേഞ്ചസ്, എഡിറ്റ് ചെയ്തേക്കുന്ന ചേഞ്ചസ് മറ്റൊരു ഇമേജിൽ പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് കുറേ ടൈം കൺസ്യൂം ചെയ്യാൻ സാധിക്കും. ഇനി മെസ്സേജസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൊത്തത്തിലൊരു അഴിച്ചുപണിയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത്
അതായത് നമ്മളിപ്പം ഈ ഒരു ഹലോ എന്ന് പറഞ്ഞ iMessage നിങ്ങൾ സെൻഡ് ചെയ്തേക്കുവാണ്, അതിൽ ഹോൾഡ് ചെയ്ത് ടാപ്പ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ 2 ഓപ്ഷൻസും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് അൺഡു സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അതോടൊപ്പം തന്നെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും. നമ്മൾ സെൻഡ് ചെയ്ത മെസ്സേജ് നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അൺഡു ചെയ്യാൻ സാധിക്കും. അതായത് സെൻഡ് ചെയ്ത മെസ്സേജിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ആ ഒരു റിസീവറിന് അത് കാണത്തില്ല. അതോടൊപ്പം തന്നെ നമുക്ക് സെൻഡ് ചെയ്ത മെസ്സേജിനെ എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഹലോ എന്ന് പറഞ്ഞെടുത്ത് ഹലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് റീസെൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് എഡിറ്റഡ് എന്ന് പറയുന്ന ഒരു മാർക്കിങ് താഴെ കാണും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സെൻഡ് ചെയ്ത മെസ്സേജ് നമുക്ക് 15 മിനിറ്റ് ടൈം ഉണ്ട് എഡിറ്റ് ചെയ്യാൻ. ആ ഒരു ടൈമിനുള്ളിൽ എഡിറ്റ് ചെയ്താൽ മാത്രം മതി. ഇതോടൊപ്പം തന്നെ വന്ന മറ്റൊരു ഫീച്ചറാണ്, നമുക്ക് ഈ ഒരു മെസ്സേജസിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം മെസ്സേജുകളെ പിൻ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ താഴെ മറ്റൊരു പുതിയ ഓപ്ഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, മാർക്ക് ആസ് അൺറീഡ്. അതായത് നമുക്ക് ഈ ഒരു മെസ്സേജ് അൺറീഡാക്കി കീപ്പ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും നോട്ടിഫൈ ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നീട് മെസ്സേജസിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, നമുക്ക് പുതിയ മെസ്സേജ് ഫിൽറ്റേഴ്സ് ആപ്പിൽ കൊണ്ടുവന്നു. ഇപ്പോൾ നമുക്ക് കാണാം മെസ്സേജസിൻ്റെ ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾ മെസ്സേജസ്, നോൺ സെൻഡേഴ്സ്, അൺനോൺ സെൻഡേഴ്സ്, അൺറീഡഡ് മെസ്സേജ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ മെസ്സേജുകൾ ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ അതൊക്കെ ട്രാൻസാക്ഷൻ്റെ ഓപ്ഷനിലേക്ക്, ഫൈനാൻസ്. ഇതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാം റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷനും കൂടെ കൊടുത്തു. അതായത് നമ്മളിപ്പോൾ അറിയാതെ iOS 15 വരെ ഉണ്ടായിരുന്ന നമുക്കൊരു പ്രോബ്ലമാണ്, നമ്മൾ അറിയാതെ ഏതെങ്കിലും മെസ്സേജ് ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ അതിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കാത്തൊരു അവസ്ഥ വരിക. പക്ഷേ ഇനി മുതൽ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരത്തില്ല. റീസെൻ്റ്ലി ഡിലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്ത മെസ്സേജസിനെ നമുക്ക് ഇവിടെ നിന്ന് റിക്കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം താഴെ റിക്കവറി എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജിനെ നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. iOS 16 കാര്യം പറയുമ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മൾ ഞെട്ടിച്ച മറ്റൊരു ഏരിയ ആണ് നമ്മുടെ ലോക്ക് സ്ക്രീൻ. കാരണം ലോക്ക് സ്ക്രീനിൽ കണ്ടമാനം കസ്റ്റമൈസേഷൻ ഓപ്ഷനാണ് ആപ്പിൾ iOS 16 കൊടുത്തേക്കുന്നത്. സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ നമുക്ക് ഇവിടെ വാൾപേപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്കിപ്പോൾ കാണാം എൻ്റയർ വാൾപേപ്പർ UI ആപ്പിലൂടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷനിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ നമുക്കിവിടെ കാണാം ന്യൂ വാൾപേപ്പേഴ്സിൻ്റെ ഒരു കാറ്റഗറിയാണ് ഇവിടെ വന്നേക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാം ഫോട്ടോസ്, ഫോട്ടോ ഷഫിൾ, ഇമോജി, വെതർ, ആസ്ട്രോണമി, കളേഴ്സ് എന്ന് പറയുന്ന 5-6 ഓപ്ഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ താഴെ ഫീച്ചേർഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് വെതർ, ഇമോജി, കളർ, അതോടൊപ്പം തന്നെ നമ്മുടെ വാച്ച് ബാൻഡിൻ്റെ രീതിയിലുള്ള പ്രൈഡ് എഡിഷൻ വാൾപേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാൾപേപ്പർ എന്ന് പറയുന്നത്, നമുക്കിപ്പം ഈ ഒരു ലൈവ് ലൊക്കേഷനൊക്കെ എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വാൾപേപ്പർ അല്ലെങ്കിൽ ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ലൊക്കേഷൻ ആക്സസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരാനുള്ള ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ അത്രയും റിസ്ക് എടുക്കാതെ ഡോൺ ലോ കൊടുത്താൽ മതി. പക്ഷേ ഇതിലെ ഡീറ്റെയിലിംഗ് ഒരു രക്ഷയില്ല, അടിപൊളി ഡീറ്റെയിലിംഗ് ആണ്. നമുക്കിവിടെ എർത്ത് കാണാം, മൂൺ കാണാം, മൂണിൻ്റെ ഡീറ്റെയിലിംഗ്, അതോടൊപ്പം തന്നെ എൻറ്റയർ സോളാർ സിസ്റ്റം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിന് കൃത്യമായിട്ടുള്ള ട്രാക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കും, നമുക്കിവിടെ ന്യൂ വിജിറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ആഡ് വിജിറ്റിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലോക്ക് സ്ക്രീനിൽ വിജിറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതുവരെ നമ്മുടെ ഹോം സ്ക്രീനിലായിരുന്നു നമുക്ക് വിജിറ്റുകൾ ആഡ് ചെയ്യാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഇപ്പം വന്ന് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നമുക്ക് ഇഷ്ടമുള്ള വിജിറ്റുകൾ, ബാറ്ററിയുടെ വിജിറ്റ് ഉണ്ട്, അതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി വിജിറ്റ് ആഡ് ചെയ്യാം, കലണ്ടേഴ്സ്, ക്ലോക്ക്, ഫിറ്റ്നസ്, അങ്ങനെ ധാരാളം വിജിറ്റ് ഇപ്പം നിലവിലുണ്ട്. പിന്നീട് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ടൈമിൻ്റെ ഓപ്ഷനിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 8ഓളം ഫോണ്ടുകളും കളേഴ്സും അവൈലബിൾ ആണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടുകൾ ഇപ്പം നമ്മുടെ ലോക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ കളേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഇനി കളർ പിക്കർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാത്ത കളേഴ്സ് നമുക്കിവിടെ ഈ ഒരു കളർ പിക്കർ, സ്പെക്ട്രം, സ്ലൈഡറൊക്കെ ഉപയോഗിച്ച് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇഷ്ടമുള്ള കളേഴ്സ്, അതിൻ്റെ ഇൻറ്റൻസിറ്റിയും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് മുകളിലും നമുക്ക് മറ്റൊരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ചെറിയ വിജിറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഡേറ്റ്, അതോടൊപ്പം തന്നെ നമ്മളുടെ വെതറിൻ്റെ ഫോർകാസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. വൺസ് നമ്മൾ ആ ഒരു വാൾപേപ്പർ ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ സെറ്റ് ആസ് എ വാൾപേപ്പർ പെയർ അല്ലെങ്കിൽ കസ്റ്റമൈസ് ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് ഹോം സ്ക്രീനിൽ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെയും കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഇവിടെ കാണാം ഒറിജിനൽ, കളേഴ്സ്, ഗ്രേഡിയൻറ്റ്, ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ ആൽബത്തിൽ നിന്നുള്ള ഫോട്ടോസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഈ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തത്, നമ്മുടെ iPhone 14 ഒരു വാൾപേപ്പറാണ്. ഇതിൽ നമുക്കുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കിവിടെ ഫിൽറ്റേഴ്സ്, ഒരു ടിൻറ്റ് ഫിൽറ്റർ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ കാണാം നമുക്കിത് നാച്ചുറൽ എന്ന് പറഞ്ഞൊരു ഫിൽറ്ററാണ്. സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരും, അതോടൊപ്പം തന്നെ ഡ്യൂട്ടോൺ വരും, ആൻഡ് ഏറ്റവും അവസാനം കളർ വാഷ് എന്ന് പറഞ്ഞാൽ ഈ 3 ഫിൽറ്റേഴ്സ്, കളർ ഫിൽറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ഈ ഒരു 3 ഡോട്ടിൽ ഇവിടെ കാണുന്ന ഈ 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കളർ സ്റ്റൈൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. കളർ സ്റ്റൈലിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കളർ സ്റ്റൈൽ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ്, ആ ഒരു വാൾപേപ്പർ, ഏത് വാൾപേപ്പർ ഉപയോഗിച്ചാലും ആ ഒരു വാൾപേപ്പറിന് നോക്കുന്ന രീതിയിൽ നമുക്കിവിടെ കളർ ഫിൽറ്റേഴ്സ് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്കിവിടെ സൈഡിൽ ബ്ലർ എന്ന് പറയുന്നൊരു പുതിയ ഓപ്ഷനും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വാൾപേപ്പറിനെയും ഒരു യുണീക്ക് ലുക്കിലേക്ക് ഈ ഒരു ബ്ലർ കൊടുക്കുമ്പോൾ
വാൾപേപ്പറും നമുക്ക് അഡ്ജസ്റ്റ് ആകുന്നതായിരിക്കും. ഡൺ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻഡിവിജ്വലി ഈ ഒരു വാൾപേപ്പേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് മാത്രമല്ല നമുക്ക് ലോക്ക് സ്ക്രീനിൽ നിന്നും ഈ ഒരു വാൾപേപ്പറിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഈ ഒരു സെൻട്രൽ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു വാൾപേപ്പേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പേഴ്സ് സെലക്ട് ചെയ്യാം. ഇനി ആ ഒരു വാൾപേപ്പർ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ആ ലോക്കിൻ്റെ ആ ഒരു ഐക്കൺ വളരെ ചെറുതായിട്ടുണ്ട്. നേരത്തെ എന്ന് വെച്ചാൽ വലിയൊരു ഐക്കണായിരുന്നു. ഇപ്പോൾ നമുക്കത് കാണാം, ചെറിയൊരു ഐക്കണാണ്. അതോടൊപ്പം തന്നെ ആ ലോക്കിൻ്റെ ആനിമേഷനും കാണാൻ അടിപൊളിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ലോക്ക് സ്ക്രീനിൽ ഇപ്പം മ്യൂസിക് എന്തെങ്കിലും നിങ്ങൾ പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം താഴെയാണ് നമ്മളെ മ്യൂസിക്കിൻ്റെ ആ ഒരു പ്ലെയർ വന്ന് കിടക്കുന്ന, മുകളിലല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോർഷന് താഴേക്കുള്ള ഏരിയ എന്ന് പറയുന്നത് നമുക്ക് iOS 16 ലൈവ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസിനെ ഇപ്പം നമുക്ക് ഇവിടെ കാണാം, നോട്ടിഫിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട്. ജസ്റ്റ് താഴത്തേക്ക് ആ നോട്ടിഫിക്കേഷൻ സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡോട്ട് കൗണ്ട് രീതിയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അപ്പം നോട്ടിഫിക്കേഷൻ്റെ സെറ്റിംഗ്സിൽ പോകുകയാണെങ്കിൽ നമുക്കിപ്പോൾ പുതിയ വ്യൂസ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ സെറ്റിംഗ്സിൽ പോവുക, അതിനകത്ത് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ഡിസ്പ്ലേ ആസ് 3 പുതിയ ഓപ്ഷൻസ് അവൈലബിൾ ആണ്: കൗണ്ട്, സ്റ്റാക്ക്, ലിസ്റ്റ്. പിന്നീട് കൺട്രോൾ സെൻറ്ററിലാണ് മറ്റൊരു ചേഞ്ച് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ക്വിക്ക് നോട്ടിൻ്റെ പുതിയൊരു ഐക്കൺ. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പെട്ടെന്നൊരു ആവശ്യത്തിന് നമുക്ക് നോട്ട് ടൈപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നോട്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ പോയി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യാം. അതോടൊപ്പം തന്നെ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം കൺട്രോൾ സെൻറ്ററിൽ നമ്മളിപ്പോൾ എയർപോർട്സ് നമ്മൾ ഈ ഒരു നൗ പ്ലേയിങ്ങിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എയർപോർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആപ്പിളിൻ്റെ ഹെഡ്സെറ്റോ മറ്റെന്തെങ്കിലും ബ്ലൂടൂത്ത് ഡിവൈസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ നൗ പ്ലേയിങ്ങിൻ്റെ ഓപ്ഷനിൽ നമുക്കിവിടെ കാണാം അതിൻ്റെ ഗിഫ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. നേരത്തെ ജസ്റ്റ് നമ്മൾ എയർപോർട്സ് ആണ് കണക്ട് ചെയ്തതെങ്കിൽ ഒരു എയർപ്ലേയുടെ ഓപ്ഷൻ മാത്രം അല്ലെങ്കിൽ ഗിഫ് ആയിരുന്നു, ഐക്കണായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് കാണാം ഒരു ആക്ച്വൽ എയർപോർട്സ്, ഇപ്പം ഞാൻ എയർപോർട്സ് 3rd ജനറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഐക്കൺ തന്നെയാണ് അവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ലോക്ക് സ്ക്രീനിൽ നമുക്ക് കാണാം, ലോക്ക് സ്ക്രീനിലും നമുക്ക് ആ ഒരു ഗിഫ്, നമ്മളെ എയർപോർട്സിൻ്റെ ഗിഫാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മളെ മ്യൂസിക് ആപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് ഈ ഒരു മ്യൂസിക് ആപ്പ് iOS 16 കൊണ്ടുവന്നിട്ടുണ്ട്. മ്യൂസിക് ആപ്പിൽ നമ്മളിപ്പം കറൻ്റ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മ്യൂസിക്കിൻ്റെ ഓപ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്ലൈഡേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് മ്യൂസിക്കിൻ്റെ ഡ്യൂറേഷൻ സ്ലൈഡറും വോളിയം സ്ലൈഡറും നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻറ്റയർ ചേഞ്ചാണ് വരുത്തിയേക്കുന്നത്. നേരത്തെ ഒരു റിംഗ് ഷേപ്പ് ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു, അതിപ്പോൾ മാറി വെറുതെ നമുക്ക് സ്ലൈഡ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ ആ സ്ലൈഡറിൽ നമ്മൾ കൈ വെക്കുന്ന സമയത്ത് അത് എൻലാർജ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മളൊരു പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ടോപ്പിലുള്ള 3 ഡോട്ടിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സോർട്ട് എന്ന് പറയുന്ന പുതിയ ഓപ്ഷൻ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോർട്ടിൻ്റെ ഓപ്ഷനിൽ നമുക്കിപ്പം റിലീസ് ഡേറ്റ് അനുസരിച്ച് നമുക്ക് സോർട്ട് ചെയ്യാൻ സാധിക്കും പാട്ടുകൾ. അങ്ങനെ ഏറ്റവും പുത്തൻ ഏതാണ്, ഏറ്റവും ഓൾഡസ്റ്റ് ഏതാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. മ്യൂസിക് ആപ്പിൻ്റെ കാര്യം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ മ്യൂസിക് ഡിവൈസിൻ്റെ കാര്യം. കാരണം നമ്മൾ എയർപോർട്സ് ഇത്രയും കാലം യൂസ് ചെയ്തപ്പം നമുക്ക് എയർപോർട്സ് ജസ്റ്റ് ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനിൽ നിന്ന്, ആപ്പിളിൻ്റെ സ്വന്തം ഡിവൈസ് ആയിട്ട് പോലും ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് വേണം ആ ഒരു എയർപോർട്സിൻ്റെ ഓപ്ഷനിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് iOS 16 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എയർപോർട്സിൻ്റെ ടാബ് അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് ഓപ്ഷൻ നമുക്ക് കിട്ടിയേക്കുവാണ്. അതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ ആ ഒരു എയർപോർട്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ നമ്മൾ എയർപോർട്സിൻ്റെ ഐക്കണൊക്കെ കൊടുത്തിട്ടുണ്ട്, ഏത് മോഡലാണെന്നുള്ളത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. പിന്നീട് ചേഞ്ചസ് ബാധിച്ച മറ്റൊരു ഏരിയ ആണ് നമ്മുടെ സഫാരിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു പുതിയ പിൻ ടാബ് ഓപ്ഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സഫാരിയിൽ നമ്മൾ ടാബ്സിൻ്റെ ഓപ്ഷനിൽ പോകുമ്പോൾ നമുക്കിപ്പം ഏത് ടാബ് വേണമെങ്കിലും ജസ്റ്റ് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ 3D ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ 2 ഓപ്ഷൻസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അതിലൊന്നാണ് പിൻ ടാബ്. അതായത് ഈ ഒരു പിൻ ടാബിൻ്റെ ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം സഫാരി ടാബിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് പിൻ ടാബുകൾ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഗുണം നമുക്ക് ഏറ്റവും ടോപ്പിൽ അത് ആക്സസ് ചെയ്യാം. അവിടുന്ന് തന്നെ ഡയറക്റ്റ്ലി നമുക്ക് ആ ഒരു ടാബിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പേജിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ടാബിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് ഇവിടെ കാണാം അറേഞ്ച് ടാബ് ബൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അതിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. അതേപോലെ സഫാരിയുടെ സെറ്റിംഗ്സിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ സഫാരിയുടെ സെറ്റിംഗ്സിൽ ഷെയർ അക്രോസ് ഡിവൈസ് എന്ന് പറഞ്ഞ പുതിയ ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സെറ്റിംഗ്സ് ഫോർ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഷെയർ അക്രോസ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ ഓപ്ഷൻ. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു വെബ് പേജിന് പർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വെബ് പേജിന് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ എല്ലാ ഡിവൈസിലും, നമ്മുടെ മാക്കിലും മറ്റേതെങ്കിലും ഐഫോണിലോ ഐപാഡിലോ ഈ ഒരു സെയിം സെറ്റിംഗ്സ് തന്നെ നമുക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അതാണ് ഈ ഒരു ഷെയർ അക്രോസ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇതേ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ എക്സ്റ്റൻഷൻസിൻ്റെ കാര്യത്തിലേക്കും വന്നത്. iOS 15 ആപ്പിൾ ആദ്യമായിട്ട് എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തും നമുക്കിപ്പോൾ കാണാം ഷെയർ അക്രോസ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഐഫോണിൽ ആഡ് ചെയ്യുന്ന എക്സ്റ്റൻഷൻസ് നമുക്ക് മാക്കിലും ഐപാഡിലും എല്ലാം യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഏറ്റവും അവസാനം ഇതിൽ ഇമ്പ്രൂവ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം സഫാരിയിൽ
പാസ് കീ സപ്പോർട്ടഡ് ആണ്. പാസ് കീ എന്താണെന്ന് വെച്ചാൽ പാസ് കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബയോമെട്രിക്സ്, അതായത് ഫിംഗർ പ്രിൻ്റ് ആയാലും ഫേസ് ഐ ഡി ആയാലും അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡിനെ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് പാസ് കീ. അതിനെപ്പറ്റി എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ആപ്പിൾ ഒരു അഴിച്ചുപണി നടത്തിയിരിക്കുന്നത് നമ്മളുടെ ഷോർട്ട് കട്ട്സ് ആപ്പിനകത്താണ്. നമ്മളുടെ ഷോർട്ട് കട്ട്സിൻ്റെ ഷോർട്ട് കട്ട്സിൻ്റെ ടാബിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ കാണാം എഡിറ്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ ആപ്പിൾ ഇവിടെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു എഡിറ്റിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജിഗിൾ മോഡിലേക്ക് പെട്ടെന്ന് പോകാൻ സാധിക്കും. നേരത്തെ ഉണ്ടായിരുന്നു നമ്മൾ സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരുമ്പോൾ അത് ജിഗിൾ മോഡിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ അത് മാറി എഡിറ്റ് എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ടാബ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യൂവിനകത്തും കാര്യമായിട്ടുള്ള ചേഞ്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ കാണുന്ന ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വ്യൂ ആണ്. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യൂ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള ഗ്രിഡ് ടൈപ്പിലാണ്, അത് നമുക്ക് ലിസ്റ്റ് ആക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് iOS 15 ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് എല്ലാ ഷോർട്ട് കട്ട്സും ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാം. ആൻഡ് ഏറ്റവും അവസാനം ഏതെങ്കിലും ഒരു പുതിയ ഷോർട്ട് കട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ആ ഒരു ഷോർട്ട് കട്ടിൻ്റെ അകത്തെ UIയിലും നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് നേരത്തെ നമുക്കിവിടെ ആയിരുന്നു ഷോർട്ട് കട്ടിൻ്റെ പേര് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഐക്കൺ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ കാണാം മുകളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ജസ്റ്റ് അവിടെ ഒരു താഴെ ഡ്രോപ്പ് ഡൗൺ മെനു ആണുള്ളത്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ റീനെയിം, ചൂസ് ഐക്കൺ, ഡ്യൂപ്ലിക്കേറ്റ്, മൂവ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം വരുന്നു. എക്സ്പോർട്ട് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നു. അങ്ങനെ നമുക്ക് ഷോർട്ട് കട്ട്സ് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ്ലി എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നീട് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ നോട്ട്സ് ആപ്പിനകത്താണ്. പിന്നീട് നമ്മളൊരു നോട്ട് ഓപ്പൺ ചെയ്തു, അതിനകത്ത് ഈ 3 ഡോട്ട് ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഫൈൻഡ് ഇൻ നോട്ട്സ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാക്ക് നമുക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ iOS എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു. ആ iOSനെ എനിക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമുക്ക് എവിടെയൊക്കെ ആ ഒരു പർട്ടിക്കുലർ പേര് വന്നിട്ടുണ്ടോ അതെല്ലാം റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ്. അത് റീപ്ലേസ് ചെയ്യേണ്ട വാക്ക് എന്താണെന്നോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ആ ഒരു എൻറ്റയർ നോട്ടിലുള്ള ആ വാക്ക് എവിടെയൊക്കെ വന്നോ അതെല്ലാം റീപ്ലേസ് ആവുന്നതായിരിക്കും. ആൻഡ് ഇതിൽ തന്നെ നമ്മളിപ്പം ഈ ഒരു നോട്ട് ഓപ്പൺ ചെയ്തു, അതിൻ്റെ 3 ഡോട്ടിൽ പോയി കഴിയുമ്പം ആ ഒരു പർട്ടിക്കുലർ നോട്ടിനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആക്കണോ അല്ലെങ്കിൽ ഡാർക്ക് ആക്കണോ എന്നുള്ളത് സെറ്റ് ചെയ്യാൻ സാധിക്കും. യൂസ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ നമ്മൾ സിസ്റ്റം ഇപ്പോഴും ഡാർക്ക് മോഡിലാണ്, പക്ഷേ ആ ഒരു നോട്ടിനെ മാത്രമായിട്ട് നമുക്ക് ലൈറ്റിലും ഡാർക്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് പണ്ടും ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് നോട്ടുകളെ ലോക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പം ലോക്ക് ചെയ്യുന്നതിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐഫോണിൻ്റെ പാസ്കോഡ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് നോട്ടുകളെ ലോക്ക് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കിവിടെ കാണാം യൂസ് ഐഫോൺ പാസ്കോഡ്. ഈ ഒരു ഓപ്ഷൻ നേരത്തെ ഇല്ലായിരുന്നു. നമ്മൾ സ്പെസിഫിക് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് പാസ്വേഡ് ആയിരുന്നു അല്ലെങ്കിൽ പാസ്കോഡായിരുന്നു നമ്മൾ യൂസ് ചെയ്ത്. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ നമ്മൾ നോട്ടിൻ്റെ ഓപ്ഷനിൽ പോവുക. അതിൽ നമുക്കിവിടെ കാണാം ഈ ഒരു പാസ്വേഡ്സിൻ്റെ ഓപ്ഷനിൽ നമുക്കിവിടെ യൂസ് ഡിവൈസ് പാസ്കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പ്രീവിയസ്ലി നമ്മൾ നോട്ടിൻ്റെ സെറ്റിംഗ്സിൽ പോയി പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെങ്കിൽ ഫേസ് ഐ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം നമുക്ക് യൂസ് ഡിവൈസ് പാസ്കോഡ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ ഓപ്ഷനും കസ്റ്റമൈസ്ഡ് പാസ്വേഡ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് iOS 16 വന്ന ഏതാനും ചില മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ മാറ്റങ്ങൾ, ഫീച്ചേഴ്സ്, ചേഞ്ചസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം കൂടെ നമുക്ക് ഒരു ഒറ്റ വീഡിയോയിൽ സെറ്റ് ചെയ്താൽ ആ വീഡിയോയുടെ ലെങ്ത് വളരെ കണ്ടമാനമായിട്ട് കൂടും. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.